ആർക്കൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാം. ഞാൻ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ ഇനി ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ഇനി ആർക്കൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാം എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു പേപ്പറും പെന്നും ഒരു കുട്ടിക്ക് കൊടുക്കുകയാണ്. അവനത് വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ അവനത് വരയ്ക്കും. ചിലരൊക്കെ എഴുതാൻ കഴിവുള്ളവർ നല്ല റൈറ്റിങ്ങിൽ നല്ല ഹാൻഡ് റൈറ്റിങ്ങിലൊക്കെ എഴുതൊക്കെ ചെയ്യും. നീ വരയ്ക്കാൻ കഴിവില്ലാത്ത ആൾക്ക് എത്ര വിലപിടിപ്പുള്ള പെന്നും പേപ്പറും കൊടുത്തിട്ട് കാര്യമില്ല. വരയ്ക്കാൻ അറിയാത്തോടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഔട്ട്പുട്ട് കിട്ടില്ല. ഇതുപോലൊക്കെ തന്നെയാണ് ഈ ഒരു കോഴ്സിന്റെ കാര്യം എന്ന് പറയുന്നത്. മാർക്കറ്റിങ്ങിനോട് പാഷനുള്ള, റിസർച്ച് ചെയ്യാൻ കഴിവുള്ള, ക്ഷമയുള്ള, അതുപോലെ തന്നെ ക്രിയേറ്റീവായി ചിന്തിക്കാൻ കഴിയുന്ന ആർക്ക് വേണമെങ്കിലും ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാം. ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ട ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. പഠിക്കാൻ എല്ലാവർക്കും പറ്റും. എന്നാൽ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് കുറെ കൂടി ഈസി ആയിരിക്കും. നിങ്ങൾ ഇനി ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അറ്റ്മോസ്ഫിയറോ ഇന്റീരിയറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നല്ല ഒരിക്കലും കൺസിഡർ ചെയ്യേണ്ടത്. ബേസിക്കലി ഇവിടെയുള്ള ഒരുവിധ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പ്രൊവൈഡ് ചെയ്യുന്ന സിലബസ് എന്ന് പറയുന്നതൊക്കെ സെയിം തന്നെയാണ്. അവരതിന് വേറെ വേറെ പേരിട്ട് ഇറക്കുന്നു, വേറെ മൊഡ്യൂൾസിന് വേറെ പേരുകളാക്കുന്നു എന്നൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോഴും പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് പഠിക്കാനുള്ള ഒരു അവസരം എപ്പോഴും ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ ഒരു ട്രെയിനറിനെയോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഈ ഒരു കോഴ്സിന്റെ മെയിൻ സർട്ടിഫിക്കേഷൻ എല്ലാം തന്നെ വരുന്നത് ഓൺലൈൻ ആയിട്ടാണ്. അതുകൊണ്ടാണ് ഇൻഡിവിജ്വലി ഒരു ട്രെയിനറിനെ വേണമെങ്കിലും തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിലവിൽ ഇവിടെയുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ വിത്ത് ഇന്റേൺഷിപ്പ് ആണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെ ക്ലെയിം ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറെ കൂടെ അന്വേഷിച്ചിട്ട് വേണം ഒരു സ്ഥലത്ത് ചെന്ന് കയറാനായിട്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അവർക്ക് ഒരു 2 month ഇന്റേൺഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ കൂടുതലും ആ ഒരു 2 month നിങ്ങൾക്ക് കിട്ടുന്നത് മാക്സിമം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ SEOന്റെ ബാക്ക്ലിങ്ക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലെ ഏതെങ്കിലും ഒരു പോർഷൻ മാത്രമായിരിക്കും. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല. സോ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ട്രെയിനറിനെ തിരഞ്ഞെടുക്കുമ്പോൾ നന്നായി റിസർച്ച് ചെയ്ത് അതിനെക്കുറിച്ച് കുറെ കൂടെ പഠിച്ചിട്ട് എടുക്കുക. ജസ്റ്റ് അവരുടെ റിവ്യൂസും മറ്റു കാര്യങ്ങളൊന്നും നോക്കാതെ പറ്റുവാണെങ്കിൽ അവരുടെ തൊട്ട് മുന്നത്തെ ബാച്ചിലുള്ള ആളുകളുമായിട്ട് സംസാരിച്ചിട്ടോ അങ്ങനെയൊക്കെ മാക്സിമം നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഭാഗം ക്ലിയർ ആക്കിയിട്ട് വേണം നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനോ അല്ലെങ്കിൽ ഒരു ട്രെയിനറിനോ തിരഞ്ഞെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിനും അതുപോലെ ഏതൊരു ട്രെയിനറിനും സമീപിക്കാവുന്നതാണ്. ബൈ.